സോ നമുക്കിനി മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 7 മാർക്കിനും അതുപോലെ പാർട്ട് ബിയിൽ ചോദിക്കാനുള്ളതാണ് DFA മിനിമൈസേഷൻ. സോ നമ്മളിവിടെ സ്റ്റേറ്റ് മിനിമൈസേഷനാണ് ചെയ്യുന്നത്. ഒരു DFA തന്നിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ, അതിനെ മിനിമൈസ് ചെയ്ത് എഴുതാനായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അതിൽ ആദ്യം ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ആ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ആ ഒരു DFA മിനിമൈസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുക. സോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ DFA. സോ ഈ DFAയിൽ മൊത്തം 1 2 3 4 5 സ്റ്റേറ്റ്സ് ഉണ്ട്. Q0, Q1, Q2, Q3, Q4. ഓക്കെ അല്ലേ? ഈ സ്റ്റേറ്റ്സിൽ നിന്ന് നമ്മൾ ആദ്യം നോക്കേണ്ട സ്റ്റെപ്പ് ഈ ഒരു DFA നമുക്ക് മിനിമൈസ് ചെയ്യുകയാണ്. അപ്പം ഫസ്റ്റ് നോക്കേണ്ട ഐഡൻറ്റിഫൈ ദ അൺറീച്ചബിൾ സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി ഫൈനൽ സ്റ്റേറ്റിൽ വരെ റീച്ച് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്. അതായത് സ്റ്റേറ്റ്സ് വിച്ച് ആർ നോട്ട് അൺറീച്ചബിൾ ഫ്രം ഇനിഷ്യൽ സ്റ്റേറ്റ്. നമ്മളിപ്പോൾ Q0 സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഫൈനൽ സ്റ്റേറ്റ് വരെ റീച്ച് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സ്റ്റേറ്റ്സ് കാണും. ആ ഒരു സ്റ്റേറ്റ്സ് നമുക്കിവിടെ അതിന് ആരോ മാർക്കിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അത് വെച്ച് അൺറീച്ചബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. നോക്കിയപ്പോൾ Q0ക്ക് നമുക്ക് Q1 B ട്രാൻസിഷൻ Q3 ഫൈനൽ സ്റ്റേറ്റ് എത്തുന്നുണ്ട്. അപ്പോൾ Q0 ഓക്കെയാണ്. നെക്സ്റ്റ് Q1 നോക്കി, Q1 ആണെങ്കിലും Q3 സ്റ്റാർട്ട് ചെയ്തു Q4 എത്തുന്നുണ്ട്. അടുത്ത ഏതാണ്? അടുത്ത നോക്കി Q2നും ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല. Q2ന് നോക്കി, Q2ന് ഇങ്ങനെ പോകാൻ പറ്റും ഇല്ലേ? അൺറീച്ചബിളായിട്ട് ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്സ് ഉണ്ടോ? ഇല്ല. ഇതിൽ നമുക്ക് Q2നാണെങ്കിൽ ഇങ്ങനെ Q1 വരി ഇങ്ങനെ വരാം. ഇതിൽ അൺറീച്ചബിൾ സ്റ്റേറ്റ്സ് ഇല്ല. ചില DFAയിൽ എന്ത് വരും, അൺറീച്ചബിളായിട്ട് സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ആദ്യം തന്നെ ആ ഒരു അൺറീച്ചബിൾ സ്റ്റേറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ചില ക്വസ്റ്റ്യനിൽ അൺറീച്ചബിൾ സ്റ്റേറ്റ്സ് കാണും. അങ്ങനെ സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം, റിമൂവ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇത് കഴിഞ്ഞിപ്പോൾ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, അൺറീച്ചബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഈ ഒരു നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ DFAയിൽ എന്തില്ല, അൺറീച്ചബിൾ സ്റ്റേറ്റ്സ് ഇല്ല. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത്, അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുക. ഈ തന്നിരിക്കുന്ന ഗിവൺ DFAയുടെ എന്ത് വരയ്ക്കുക, ട്രാൻസിഷൻ ടേബിൾ. സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുക എന്നാണ്. സോ നമ്മൾ തന്നിരിക്കുന്ന ഗിവൺ ടൂപ്പിൾസ് എഴുതാം. A ഉണ്ട്, B ഉണ്ട്, Q0, Q1, Q2, Q3, Q4 എല്ലാ സ്റ്റേറ്റ്സും എഴുതി. Q0 ഇനിഷ്യൽ, Q4 ആണോ, ഏതാണ് നമ്മുടെ ഫൈനൽ? Q4 ആണ് ഫൈനൽ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ട്രാൻസിഷൻ ടേബിൾ ഫിൽ ചെയ്യാം. Q0 A ട്രാൻസിഷൻ എവിടെയാണ്? Q1. Q0 B ട്രാൻസിഷൻ Q2. Q1 A ട്രാൻസിഷൻ Q1 തന്നെയാണ്. Q1 B ട്രാൻസിഷൻ Q3. നെക്സ്റ്റ് Q2 A ട്രാൻസിഷൻ എങ്ങോട്ടാണ്? Q1. Q2 B ട്രാൻസിഷൻ Q2ൽ തന്നെ. Q3 A ട്രാൻസിഷൻ എവിടെയാണ്? Q1ൽ തന്നെ. Q3 B ട്രാൻസിഷനോ? Q4. ഇനി Q4 ആണെങ്കിൽ Q4ൻ്റെ A ട്രാൻസിഷനും Q1ലാണ്. B ട്രാൻസിഷൻ എങ്ങോട്ടാണ്? Q2ലാണ്. അപ്പോൾ ട്രാൻസിഷൻ ടേബിൾ കംപ്ലീറ്റ്. ഈ ഒരു ട്രാൻസിഷൻ ടേബിൾ ഒന്ന് നോക്കിയാൽ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, ഇവിടുത്തെ A ട്രാൻസിഷൻ വരുന്ന എല്ലാം എങ്ങോട്ടാണ് എത്തുന്നത്? Q1ലോട്ടാണ് അല്ലേ? ബാക്കി B ആണ് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എന്താ, ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് സീറോ ഇക്വലൻറ്റ് സ്റ്റേറ്റ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ സീറോ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുതരാം. സോ അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്താണ്, സീറോ ഇക്വലൻറ്റ് സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. സീറോ ഇക്വലൻറ്റ് സ്റ്റേറ്റ് വേണം എഴുതാൻ. സീറോ ഇക്വലൻറ്റ് സ്റ്റേറ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ടേബിൾ ഫൈനൽ സ്റ്റേറ്റ് വരുന്നില്ലേ, ഈ ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം റിമൂവ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. സീറോ ഇക്വലൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റിന് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് എഴുതുക. ബാക്കിയെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് എഴുതും. അതായത് ഇങ്ങനെ ബാക്കിയുള്ള ഏതൊക്കെയാണ്? Q0, Q1, Q2, Q3 ഇത് ഇത്രയും ഒരു ഗ്രൂപ്പായിട്ട് എഴുതും. ഫൈനൽ സ്റ്റേറ്റ് Q4നെ മാത്രം എന്ത് സെപ്പറേറ്റ് ആയിട്ട് എഴുതും. ഇതാണ് സീറോ ഇക്വലൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ? ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വൺ ഇക്വലൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് എഴുതണം. എന്താണ്? വൺ ഇക്വലൻറ്റ് സ്റ്റേറ്റ്. അതെങ്ങനെയാണ് വരുന്നത്? അതായത് നമ്മളിപ്പോൾ തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റ് റെഫർ ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ സീറോ ഇക്വലൻ്റ് എഴുതി, അതായത് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം മാറ്റി നിർത്തുന്നതാണ് സീറോ ഇക്വലൻറ്റ് സ്റ്റേറ്റ്. ഇനി എന്താ ചെയ്യുന്നത്? വൺ ഇക്വലൻറ്റ് സ്റ്റേറ്റ് കണ്ടുപിടിക്കാമെന്നാണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന
ഫൈനൽ സ്റ്റേറ്റ് അല്ലാതെ തന്നിരിക്കുന്ന ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ, ഈ ഒരു സെറ്റിൽ നിന്ന് ഈ സെറ്റിൽ ഏതൊക്കെ സെറ്റുകൾ തമ്മിൽ ഏതൊക്കെ സെറ്റ് ഇവിടെ നമ്മൾ നോക്കണം. ഏതൊക്കെ സെറ്റുകൾ തമ്മിൽ ഉള്ള ട്രാൻസിഷൻ ചെയ്യുമ്പോൾ ഇത് പുറത്തായിട്ട് അത് ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് Q0 Q1 നോക്കണം, അതേപോലെ Q0 Q2 നോക്കണം, Q0 Q3 നോക്കണം. അപ്പോൾ നമ്മൾ Q1 ഇക്വലൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? Q0, Q1 ഉണ്ട്, Q0, Q2, Q0, Q3. സ്റ്റെപ്പ് മനസ്സിലായോ എങ്ങനെയാണ്? ഓക്കെ, ഈ ഒരു ഇത് മാത്രം എഴുതിയാൽ മതി. ഇത് നമ്മൾ ആ ഒരു എത്ര എണ്ണം ഉണ്ടെന്ന്, ഇനി ഇതിൻ്റെ സെറ്റ്, ഇത് സെറ്റല്ല, ജസ്റ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതിയുള്ളൂ. ഇനി ഇതിൻ്റെ സെറ്റ് വെക്കുക. അതായത് Q0 Q1 Q1 ചെയ്യുന്ന സമയത്തും Q0 Q2 ചെയ്യുന്ന സമയത്തായാലും ഓക്കെ. അപ്പോൾ നമ്മൾ 1 ഇക്വലൻറ്റ് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സെറ്റ് എഴുതി മനസ്സിലായാലും എങ്ങനെയാണ്? Q0 Q1 Q0 Q2 Q0 3 ഫൈനൽ സ്റ്റേറ്റ് അതേപോലെയാണ്. ഇനി ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് പെയറാക്കി എഴുതി വെച്ചില്ലേ, ഈ ഒരു സ്റ്റേറ്റ്സ് നമ്മൾ ട്രാൻസിഷൻ ടേബിൾ നോക്കുക. ഈ ഒരു ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ് നോക്കി Q0 Q1 Q0 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 Q1. ഇതിൻ്റെ എ ട്രാൻസിഷൻ ബി ട്രാൻസിഷൻ വരുമ്പോൾ ഏത് സ്റ്റേറ്റാണെന്ന് നോക്കുക. അതായത് Q0 എ ട്രാൻസിഷൻ Q1 ആണ്, ബി വരുമ്പോൾ Q2 Q3. ഈ Q2 നമ്മളെ നേരത്തെ സെറ്റ് ഉണ്ടല്ലോ, ആ സെറ്റിൽ വരുന്നുണ്ടോ നോക്കാം. വരുന്നുണ്ടല്ലോ, Q2 ഉണ്ട്, Q3. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെന്ന് എടുക്കാം? Q0 വരും. നമുക്ക് സെറ്റിൻ്റെ അകത്ത് എഴുതാം Q0 വരും. Q0 വരാം, Q1 വരാം. കാരണം എന്താ? Q0 Q1 Q2 Q3. Q2 ഇതിലുണ്ട്, Q3യും ഉണ്ട്. അടുത്ത Q0 Q2. അപ്പോൾ Q2 ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് എന്തരാം? Q0 Q1 Q2 കൂടെ എഴുതാം. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി സ്റ്റേറ്റ്. ഓക്കെ, അടുത്ത ആണ് Q0 Q3 ആണ് പേർ. Q0 Q3 അതാണ്. Q2 Q4 ആണ് ബി അല്ലേ. Q2 Q4 എന്താ? ഫൈനൽ സ്റ്റേറ്റ് ആണ്. അതായത് ഈ ഒരു തന്നിരിക്കുന്ന 0 ഇക്വലൻറ്റ് സ്റ്റേറ്റിൻ്റെ അകത്ത് ആരില്ല? Q4 ഇല്ല. Q4 ഇല്ലാത്ത സമയത്ത് അങ്ങനെയാണെങ്കിൽ ആ Q4 വന്ന സ്റ്റേറ്റ് ഏതാണ്? Q3 ബി ട്രാൻസിറ്റ് ചെയ്തപ്പോഴാണ് Q4 വന്നത്. അപ്പോൾ ആ Q3 എന്താവും? ഫൈനലാവും. അതായത് Q3 എഴുതാൻ പറ്റത്തില്ല. Q3 എന്തിലോട്ട് പോവും? ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോവും. Q4ൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. ഇത്രയും ഓക്കെ അല്ലേ സ്റ്റെപ്പ്? നെക്സ്റ്റ് നോക്കിക്കോ. നെക്സ്റ്റ് ചെയ്യാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2 ഇക്വലൻറ്റ്. അഞ്ചാമത്തെ സ്റ്റെപ്പാണ്. എന്താണ്? 2 ഇക്വലൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? സ്റ്റേറ്റ് എഴുതുക. 2 ഇക്വലൻറ്റ് സ്റ്റേറ്റ് നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഉള്ള സെറ്റ് ഏതാണ്? ഈ സെറ്റാണ്. ഈ സെറ്റിൽ നിന്ന് എന്ത് ചെയ്യുക? എഴുതണം. ഓക്കെ അല്ലേ? ഈ സെറ്റിൽ നിന്ന് ആദ്യം ഈ ഒരു സെറ്റിൽ നിന്ന് പെയർ എഴുതുക. ഏതൊക്കെ പെയർ വരും? Q0 Q1 വരാം, അതേപോലെ Q0 Q2 വരാം. രണ്ട് പേർ Q0 Q1 Q2 അല്ലേ? Q0 Q1 Q0 Q2 കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഈ ഒരു പെയർ വെച്ചിട്ട് ഏതൊക്കെ സെറ്റിൻ്റെ അകത്ത് വരും നോക്കിക്കുക. Q0 Q1 Q1 Q2 Q3 ഇതിലുണ്ടോ? Q2 മാത്രമല്ല, Q3 ഇല്ല. അപ്പോൾ ഇത് വരത്തില്ല. അപ്പോൾ ഏതൊക്കെ വരും അത് ആദ്യം എഴുതാം. വരണത് Q0 വരും, Q1 വരും, ഇതിൽ ഇല്ല. കാരണം Q1ലാണ് Q3 വരുന്നുണ്ട്, Q1 വല്ല, Q0 മാത്രം. നെക്സ്റ്റ് നോക്കി Q0 Q2 അതായത് Q2 ഇതിലുണ്ടല്ലോ, ഉണ്ട്. അതുകൊണ്ട് അത് വരും. അപ്പോൾ നമുക്ക് Q0 എഴുതാം, Q2 എഴുതാം. ഇതിൽ നിന്ന് ആര് എലിമിനേറ്റായി? Q1 എലിമിനേറ്റ് ചെയ്ത്. അപ്പോൾ അത് പുറത്ത് വരും Q1. എൻ്റെ കൂടെ നേരത്തെയുള്ള Q3 എഴുതണേ. Q3യും Q4ഉം എഴുതാം. മനസ്സിലായോ 2 ഇക്വലൻറ്റ് സ്റ്റേറ്റ് എങ്ങനെ എഴുതുന്നതെന്ന്? ഇനി നെക്സ്റ്റ് വരുന്ന 3 ഇക്വലൻറ്റ് സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ ഈ തിരിക്കുന്ന സെറ്റില്ലേ, ഈ സെറ്റിനെ തന്നെ ഒന്നും കൂടെ നോക്കുക. അതിലേതെങ്കിലും ഇതിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നോക്കിയാൽ 3 ഇക്വലൻറ്റ് സ്റ്റേറ്റ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്താ? Q0 Q2 ആണല്ലേ. ആ Q0 Q2 എന്ന് വേറെ പേരുണ്ട്. ആകെ 2 പേരേ ഉള്ളൂ ലാസ്റ്റ് വന്നത്. ആ 2 പേര് എടുക്കാൻ പറ്റും. സോ Q0 Q2 തന്നെ. അത് രണ്ടും ചെയ്യുമ്പോഴായാലും എന്തേ വരത്തുള്ളൂ? നേരത്തെ വന്ന സെയിമേ കിട്ടുന്നത്. അതിൽ ഇനി ഒരു എന്ത് വരത്തില്ല? Q0 Q2 ഉണ്ട്, അത് രണ്ടും വരും. പിന്നെ ഫൈനലായിട്ട് പറഞ്ഞ ഏതാ? Q1 വരും, Q3 വരും, അതേപോലെ Q4 വരും. ഇതൊരു ചേഞ്ച് ഇല്ല. അതായത് ഏത് സ്റ്റേറ്റ് വരെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ഇത് കംപ്ലീറ്റ്ലി തീരുന്നത്, മിനിമൈസ് ചെയ്ത് തീർക്കാൻ പറ്റുമോ, അതായത് ഏതൊക്കെ സ്റ്റേറ്റിലുണ്ട്, ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്റ്റേറ്റ്സ് എലിമിനേറ്റ് ചെയ്ത് ഇങ്ങനെ വേണം ചെയ്യാൻ. എത്ര മാക്സിമം എത്ര പറ്റുമോ അത്ര വരെ. അപ്പോൾ 3ൽ ഇതാകുമ്പോൾ തീർന്നു. ഇനി പറ്റുമോ ഇതിൽ? അല്ലെ വീണ്ടും ഇത് തന്നെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് വെച്ചങ്ങ് ഫിക്സ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു അതാണ് ലാസ്റ്റ് നമുക്ക് കിട്ടി. ഇപ്പോൾ ഈ കിട്ടിയില്ലേ,
ഈ കിട്ടിയത് വെച്ച് വേണം നമുക്ക് എന്ത് DFA വരയ്ക്കാം. അതായിരിക്കും നമുക്ക് കിട്ടുന്ന മിനിമൈസ്ഡ് DFA. അപ്പോൾ ഈ കിട്ടിയത് വെച്ച് എങ്ങനെ വരയ്ക്കുന്നതാണ് ഈ Q0 Q2 അത് ഒരു സ്റ്റേറ്റ്, Q1 ഒരു സ്റ്റേറ്റ്, Q3 ഒരു സ്റ്റേറ്റ്, Q4 ഒരു സ്റ്റേറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് Q0, Q2, പിന്നെ Q1, Q3, Q4. ഇതിൽ Q4 ആണ് നേരത്തെയും ഫൈനൽ സ്റ്റേറ്റ്, ഇവിടെയും Q4 തന്നെ വരും ഫൈനൽ സ്റ്റേറ്റ്. ഇത് ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇത്ര ഓക്കെ അല്ലേ? ഇനി നമ്മൾ ട്രാൻസിഷൻ ടേബിൾ നോക്കി ഇതും ഫിൽ ചെയ്യുക. Q0 Q2 അതായത് Q0 എയിലോട്ട് പോകുന്നത് എങ്ങോട്ടാണ്? Q0 എ വരി Q1ലോട്ടാണ് പോകുന്നത്, എ. Q0 ബി വരിയോ Q2ലോട്ടാണ്. അപ്പോൾ എങ്ങോട്ട്? ഇതിൽ തന്നെ വരും, കാരണം Q2ൻ്റെ അകത്തല്ലേ. നെക്സ്റ്റ് Q2 അല്ലേ, Q2 എ വരി Q1ലോട്ടാണ്. അപ്പോൾ എങ്ങനെ വരും? Q1ലോട്ടാണ്. അപ്പോൾ ഇതേപോലെ ഇവിടെ എ കൊടുത്തില്ലേ, എ പോയിട്ടുണ്ട്, അതേ. നെക്സ്റ്റ് Q2 ബി വരി Q2ലും ഇടുന്നുണ്ട്, അപ്പോൾ അത് തന്നെ സെയിം, തീർന്നല്ലോ. നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റ് ഏതാണ്? Q1ൻ്റെ കേസ്. Q1 എ വരി ഇതിലാണ് Q1ലോട്ടാണ് അല്ലേ. Q0 എ വരി Q1ൽ പോയി, Q0 ബി വരി Q2 പോയി. അടുത്ത Q1 എ വരി Q1ൽ തന്നെയാണ്, Q1 ബി വരി Q3, ബി ട്രാൻസിഷൻ Q3. ഓക്കെ. ഇനി നെക്സ്റ്റ് Q2 എ ആണെങ്കിൽ Q1, Q2 ബി ആണെങ്കിൽ Q2 തന്നെ. നെക്സ്റ്റ് Q3 എ ആണെങ്കിലോ Q1ലോട്ടാണ്, Q3 എ എങ്ങോട്ടാണ്? Q1ലോട്ടാണ്. അപ്പോൾ എങ്ങോട്ടും ഇങ്ങനെ പോകും. ഓക്കെ. അടുത്ത് Q3 ബി ആണെങ്കിൽ Q4. ഓക്കെ. നെക്സ്റ്റ് Q3 Q3 അല്ല, Q3 ബി ആണെങ്കിൽ Q3 ആണ്, Q3 ബി ആണെങ്കിലാണ് Q4. വരച്ച തെറ്റി. Q3 ബി ആണെങ്കിൽ Q4, Q4 എ ആണെങ്കിൽ Q1. അപ്പോൾ ഇവിടെ എ ആരോ മാറും, എ. ഓക്കെ. നെക്സ്റ്റ് Q4 ബി ആണെങ്കിലോ Q2. ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത് മിനിമൈസ്ഡ് DFA. ഓക്കെ അല്ലേ? വരയ്ക്കുന്നത് ഓക്കെ അല്ലേ? എങ്ങനെയാണ്? ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് നോക്കുക. ഓക്കെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇതെങ്ങനെ ഈ Q4ൽ വന്നു അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ. സോ ഒന്നും കൂടി ഞാൻ സ്റ്റെപ്പ് എല്ലാം പറയാം. ആദ്യം നമുക്കിങ്ങനെ ഒരു DFA തരും. ഈ DFAയിൽ എന്തെങ്കിലും അൺറീച്ചബിൾ ആയിട്ട് എല്ലാ സ്റ്റേറ്റ്സും ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലോട്ട് എല്ലാ ട്രാൻസിഷൻ വരെ എത്തുന്നുണ്ടോ നോക്കുക. അങ്ങനെ എന്തെങ്കിലും അൺറീച്ചബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ, എത്താൻ പറ്റാത്ത സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. അതിന് റിമൂവ് ചെയ്ത ശേഷം ഈ ഒരു തന്നിങ്ങനെ DFAയുടെ എന്ത് വരയ്ക്കുക? ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുക. ഈ ട്രാൻസിഷൻ ടേബിൾ വെച്ചിട്ട് 0 ഈക്വലൻറ്റ് 1 ഈക്വലൻറ്റ് അവസാനം എത്ര വരെ പോകും അത്ര ഈക്വലൻസ് കണ്ടുപിടിക്കുക. എങ്ങനെയാണെന്ന് അറിയാമല്ലോ 0 ഈക്വലൻറ്റ് കണ്ടുപിടിക്കുന്നത്? ഫൈനൽ സ്റ്റേറ്റ് മാത്രം മാറ്റി ബാക്കി ഇതിൽ ഒരു സെറ്റിൻ്റെ അകത്താക്കുക. അതാണ് 0 ഈക്വലൻറ്റ്. 1 ഈക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിൽ തന്നെ പെയേഴ്സ് കണ്ടുപിടിക്കുക. സ്റ്റേറ്റ് പെയേഴ്സ് എടുത്ത് Q0 Q1 അങ്ങനെ ഒരു പെയേഴ്സ് എടുക്കുക. ആ പെയേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ, ട്രാൻസിഷൻ ടേബിൾ വെച്ച് നോക്കുമ്പോൾ ബിയും, അതായത് എയും ബിയും ട്രാൻസിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രാൻസിഷൻ ചെയ്ത് കിട്ടുന്ന സ്റ്റേറ്റ്സ് ആ നേരത്തെയുള്ള 0 ഈക്വലൻറ്റ് സ്റ്റേറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഈ കിട്ടുന്ന സ്റ്റേറ്റ്സിൽ ഒരെണ്ണം ഫൈനൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് പുറത്ത് വെച്ച വല്ല സ്റ്റേറ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യുക? ആ വന്ന സ്റ്റേറ്റിൻ്റെ ആ സ്റ്റേറ്റ് എന്ത് ചെയ്യുക? റിമൂവ്. അതും ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോകുന്നതായിരിക്കും. ഇങ്ങനെ എല്ലാ സ്റ്റേറ്റിനും ചെയ്യുക. അവസാനം കിട്ടുന്ന ആ ഒരു സെറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ DFA വരയ്ക്കും. ഓക്കെ അല്ലേ?